ഗായ്സ് നമ്മൾ സൈഡിലതേ നോക്കണ്ട ഉണ്ണിയാണ്. രാവിലെ തന്നെ എണീറ്റ് എങ്ങോട്ടാണെന്നല്ലേ, ഞങ്ങളത് കണ്ണൂർക്ക് പോവാണ്. 7:30 ട്രെയിൻ പിടിക്കാൻ പോണ പോട്ടാ. വിചാരിച്ച പോലെ നമ്മൾ ലേറ്റ് ആയില്ല, പക്ഷെ ട്രെയിൻ ലേറ്റ് ആയി. ഏതായാലും ട്രെയിൻ പോയി നമ്മൾ അറിഞ്ഞില്ല, കാരണം ട്രെയിനിൽ സൊറ പറഞ്ഞിരിക്കാൻ നല്ലൊരു വിവരമുള്ള ആളെ കിട്ടിയിരുന്നു. അപ്പോൾ ട്രെയിൻ ഇറങ്ങി നമ്മളെല്ലാവരും ഇല്ലെന്നൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ സ്റ്റേഷനിൽ ഇറങ്ങി ഇനി അടുത്തത് നമ്മുടെ ക്ലയൻറ്റ് പിക്ക് ചെയ്യാൻ വരുന്ന മുഹൂർത്തമാണ്. ശ്രീരാഗ് എന്തായാലും മുട്ടുകൊണ്ട് പുള്ളി എന്തായാലും നമ്മളെ കൂട്ടാതെ പോയില്ല. കോഴിക്കോടിൻ്റെ അത്ര ടേസ്റ്റ് കണ്ണൂരിനില്ലെങ്കിലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമല്ലോ, അങ്ങനെ ഒരു ഹോട്ടലിൽ നിർത്തിയതാണ്. ഇവിടെ ചട്നി ഇല്ലേ? ഫുഡ് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഒരു മ്യൂസിയം കാണാനാണ്. സംഭവം ഈ മ്യൂസിയം കണ്ട് ഇൻസ്പയർ ചെയ്തിട്ട് വേണം പുള്ളീൻ്റെ വീട് എന്ന് പറയാൻ പറ്റിയത്. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ വന്ന പർപ്പസിലേക്ക് കിടക്കാൻ പോകും. നമ്മൾ സൈറ്റിലെത്തി. അതെ, അങ്ങനെ നമ്മൾ സൈറ്റിലെത്തിയിരിക്കുന്നു. സൈറ്റിലെ കൂടുതൽ ഡീറ്റെയിൽസും ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് വെച്ച് നമ്മളത് എങ്ങനെ റിനോവേറ്റ് ചെയ്യാൻ പോകണമെന്ന് നോക്കി കാണാനായി ആർക്കിനോമായിട്ട് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ വീട് റിനോവേറ്റ് ചെയ്യാൻ പോകുന്നത്? അങ്ങനെ ക്ലയൻറ്റിൻ്റെ ഡിസ്കഷൻ പ്രകാരം നമുക്ക് ഈ 2 വീടും കൂടി ചേർത്ത് ഒരു ട്രഡീഷണൽ സ്റ്റൈലാണ് വേണ്ടത്. അങ്ങനെ ആദ്യം നമുക്ക് ഈ 2 സൈറ്റിൻ്റെയും ഈ വീടിൻ്റെയും മെഷർമെൻറ്റാണ് വേണ്ടത്. ആ മെഷർമെൻ്റ് എടുത്ത് നമ്മൾ അതിൻ്റെ പക്ക 3D ക്രിയേറ്റ് ചെയ്തു. വീട് നമ്മൾ വലിയ പുളികളൊന്നും പൊളിക്കുന്നില്ല, കൂടുതലും ഇൻഡസ്ട്രിയൽ ഡിസൈനാണ് ഇതിൽ ആഡ് ചെയ്തത്. സെക്കൻഡ് ഹാൻഡ് ഓടുകൾ, സ്റ്റീൽ ഫ്രെയിംസ്, അതായത് കൊണ്ട് തന്നെ ഇനി ഭാവിയിൽ അവർക്ക് ഈ ഡിസൈൻ വേണ്ട മാറ്റണം തോന്നുകയാണെങ്കിലും ഇത് പൊളിച്ചെടുത്താലും അവർക്ക് സെക്കൻഡ് ഹാൻഡ് റേറ്റിന് സ്റ്റീൽ വിൽക്കാം. ഇനി മഴയത്തൊക്കെ ഒരു കട്ടൻ ചായയും കൊണ്ട് ഈ ഉമ്മർത്ത് വന്നിരിക്കാൻ അടിപൊളിയായി. ഇനി നിങ്ങളോടാണ്, നിങ്ങൾക്ക് സത്യത്തിൽ മാറ്റം വേണം, അതിന് വേണ്ട ബഡ്ജറ്റും വിശ്വാസവും നിങ്ങൾക്കുണ്ടോ? കാരണം അതൊരിക്കലും ചീപ്പാന്ന് കരുതരുത്. ശരിയായ രീതിയിൽ ചെയ്താൽ ഇറ്റ് വിൽ ബി വർത്ത് ഇറ്റ്. അപ്പം ഇനി ഇത് സൈറ്റിലേക്ക് പണിയുന്നതും സൈറ്റിലെ മാറ്റങ്ങൾ നോക്കി കാണാനായി ആർക്കിനോമായിട്ട് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളും. ഈ 2 വീടും കൂടി നമുക്കൊന്ന് ഒന്നാക്കാൻ പോവാം. പാടാക്കാൻ പോവാം അല്ലേ? ട്രഡീഷണൽ സ്റ്റൈല്. പഠിത്തം. അങ്ങനെ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ഈ 2 വീടും കൂടി ജോയിൻ ചെയ്യണം. ഇൻ ബിറ്റ്വീൻ അവർക്കൊരു പഠിപ്പുര വേണം, പിന്നെ സെപ്പറേറ്റ് കാർ പാർക്കിംഗ് വേണം. അങ്ങനെ ഒരു ഇനീഷ്യൽ ഡിസ്കഷൻ അനുസരിച്ച് നമ്മളൊരു കൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ നമ്മളെ കൺസെപ്റ്റിൽ നിന്ന് ക്ലയൻറ്റിൻ്റെ ഇനിയും ചേഞ്ചസ് ഉണ്ടായിരുന്നു. അതും മാറ്റി നമ്മളിനി ഇതെങ്ങനെ സൈറ്റിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പോകണമെന്ന് നോക്കി കാണാനായി ആർക്കിനോമായിട്ട് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളും.